ബ്രിട്ടീഷ് മേധാവിയില്ലേ ഫെഡറിക്. പുള്ളിക്കാരൻ ഒരു വെള്ളത്തുണി പൊക്കി കാണിച്ചു. അന്നാ നമ്മുടെ അപ്പൂപ്പന് വെള്ളത്തുണി പൊക്കി കറക്കാൻ കാണിച്ചു. അപ്പൊ തന്നെ ബ്രിട്ടീഷുകാരൻ നമ്മുടെ അപ്പൂപ്പനെ പീരങ്കിക്ക് വെടിവെച്ച് കൊന്നു. ജാതി കൊടുംജാതി. പണ്ടേ ബ്രിട്ടീഷുകാർ അങ്ങനെയാണ്. ബ്രിട്ടീഷുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പെണ്ണുങ്ങളുള്ള കപ്പലിന് നേരെ ഉടുത്തിരുന്ന വെള്ളം മുണ്ടൂരി കറക്കി കാണിച്ച അവര് വെറുതെ വിടോ? പീരങ്കിക്ക് വെടിവെച്ചങ്ങ് തീർത്ത്. ഇന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമനെ പുള്ളിയുടെ ഒരു നാണം കെട്ടാൻ വരണം. അതിന്റെ കൂടെ നീ ഇങ്ങനെ കളിയാടി. ഇതൊക്കെ തുടങ്ങി വെച്ചത് എന്റെ ചേട്ടനായിരുന്നു. ഓ ചേട്ടന് കളരി അറിയാമോ? കളരി അറിയാമോ? ചേട്ടൻ കളരിക്കൊക്കെ ആശാനായിരുന്നു. ചേട്ടൻ ഒരു ദിവസം ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി വെള്ള മുണ്ടും വെള്ള ചട്ടയൊക്കെ ഇട്ട് ഇങ്ങനെ റോട്ടിലോട്ട് ഇറങ്ങിയതല്ല. ചീരിപ്പാൻ ഒരു കാർ വന്നിട്ട് ചേട്ടൻ ഇതിനകത്ത് മൊത്തം ചെളിയാക്കി. അയ്യോ ഇനിയിപ്പോ എങ്ങനെ കല്യാണത്തിനോ? ചേട്ടൻ കളരിയല്ലേ. ചേട്ടൻ ആ കാറിന് പുറകെ വെച്ച് പിടിച്ചിട്ട് തടഞ്ഞെടുത്തിട്ട് പറഞ്ഞു വെളിയിലോട്ടൊന്ന് നോക്കുമ്പോ ഒരാൾ ഇറങ്ങി വരുവാ. ആരാ? തിരുമാനളം ബാബു ആന്റണി. മറ്റേ കരാട്ട ഇല്ലേ, ബാബു ആന്റണിയാ? പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നതുമല്ല. ആരാ ഏതാ നോക്കോളെ. ചേട്ടാ കാറിന്റെ ഒറ്റ കുത്ത് നെഞ്ചത്ത്. എനിക്ക് ആ ചേട്ടനെ ഒന്ന് കാണണം. ആ തെക്കേപ്പുറത്ത് അടക്കിയിട്ടുണ്ട്. ബാബു ആന്റണി തൊട്ടാ ബാബു ആന്റണി വെറുതെ ഒറ്റ തൊഴിപ്പെടലി കിട്ടും. ഒന്നും അലറാൻ പോലും പറ്റില്ല. നമുക്കിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കാതെ ദക്ഷിണ കൊടുത്തങ്ങ് തുടങ്ങാം. ദക്ഷിണ ഇല്ലേ? ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അയ്യോ ഗുരുക്കളെ തിരിഞ്ഞു. ഞാനാണ്. ആര് പറഞ്ഞ തിരിഞ്ഞു പോയെന്ന്? എവിടെ തിരിഞ്ഞു പോയി? ദക്ഷിണല്ലേ ഞാൻ ഒരു മുറ അങ്ങോട്ട് കാണിച്ചേ. ഇത് പിടിച്ചോ, ഇത് പിടിച്ചോ. എനിക്ക് ഇരിക്കട്ടെ. അതെന്താ എനിക്ക് ഇത് മാത്രം? അതുകൊണ്ട് ഉപയോഗമില്ല, ഇതുകൊണ്ട് ഉപയോഗമുണ്ട്. എന്നാ ഇത് വെച്ചാൽ അടുക്കള കയറി പോ. നീ ആദ്യം കാണാം. ഇനി നമുക്ക് സൂര്യ നമസ്കാരം തുടങ്ങാം. അയ്യോ അതെനിക്കറിയാം. എന്നാണ് കാണിച്ചേ. കാണിച്ചു തരാവേ. ഇങ്ങനെ അങ്ങോട്ട് ചെയ്യണം. കഴിഞ്ഞു. ഇങ്ങനെ ആയിരുന്നോ? അപ്പൊ ഇങ്ങനെയല്ലേ? അല്ല ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്ക്. അപ്പൊ ഗുരുക്കൾ ഇങ്ങനെയല്ലേ ചെയ്യാറ്? ഞാൻ ഇങ്ങനെയല്ല, ഞാൻ വേറൊരു രീതി ഞാൻ ചെയ്യുന്നു. ഞാൻ രാവിലെ 6 മണിക്ക് എണ്ണിച്ചിട്ട് ജനാലെ അങ്ങ് തുറന്ന് സൂര്യനെ കണ്ടിട്ട് നമസ്കാരം ഉണ്ട് കേട്ടോ, അവിടെ തീർന്നു. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 6 മണിക്ക് ട്രെയിന് പോവാം, ബസ്സിന് പോവാം. നമുക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് എളുപ്പം തന്നെ പോവാന്നേ. ആശാനെ എനിക്ക് സൂര്യ നമസ്കാരം പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഞാൻ വന്നപ്പോഴേ പറഞ്ഞായിരുന്നു എനിക്ക് ഒരുത്തന്റെ അടുത്ത് പ്രതികാരം വീട്ടണമെന്ന്. എന്റെ അച്ഛനെ തല്ലിയവനേക്ക് തിരിച്ച് തല്ലിയേ പറ്റൂ. നിനക്ക് ഇത്ര ഒരുത്തനോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ കഥ എന്നോട് പറ. അതാകുമ്പോ അവനെ ഒറ്റയടിക്ക് നിനക്ക് താഴെ ഇടാനുള്ള ട്രിക്ക് ഞാൻ നിനക്ക് പറഞ്ഞു ഇടാരാം. പറയാ ആശാൻ ആ കഥ അറിയണമല്ലേ? അറിയണം. കഴിഞ്ഞ വർഷം ഭൂതക്കുളം അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പൊ അവിടെ മര്യാദക്ക് കെട്ടുകാഴ്ചയും കണ്ട് ഐസൂറിക്കൊണ്ടിരുന്ന എന്റെ പാവച്ചന് ഒരു വൃത്തികെട്ട ഒരുത്തൻ കാലയെ മാരി നിലത്തടിച്ച് അവനെ എനിക്ക് തിരിച്ച് പ്രതികാരം വീട്ടിയേ പറ്റൂ. അമ്പലത്തിന്റെ പേരെന്നാ? ഭൂതക്കുളം. അച്ഛന്റെ പേര് പീതാംബരൻ. ആഹാ, അപ്പൊ പീതാംബരന്റെ മോനാ? എന്റെ അച്ഛൻ അറിയാമോ? എന്താ മനുഷ്യ? അവൻ ആരെ തല്ലാൻ നീ വന്നേക്കുന്നറിയാവോ? ആരെ? എനിക്ക് ദർശനം തന്ന് ഞാൻ അവനെ എന്നെ തല്ലാൻ പഠിപ്പിച്ചു കൊടുക്കണോട് ഈ അടവുകള്. അയ്യോ അതെന്താ പറ്റി? കഴിഞ്ഞ ഉത്സവത്തിന് ഞാൻ ഒരുത്തനെ കയറി അടിച്ചില്ല, ആള് മാറി അവന്റെ മോനായി വന്ന് നിൽക്കുന്നു. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? അവന് മനസ്സിലായത് നിങ്ങളാണെന്ന്. അവനെന്ന് പറഞ്ഞൂടാ. അഥവാ ഇനി അറിയുവാണെങ്കിൽ ഞാൻ 19ാമത്തെ അടവ് അങ്ങോട്ട് എടുക്കാം. 19ാമത്തെ അടവാ? അത് ആരും കണ്ടിട്ടില്ല. ഞാൻ 19ാമത്തെ അടവ് എടുക്കുമ്പോ നീ എന്റെ കൂടെ നിന്നോണം. അതൊക്കെ ഞാൻ ഏറ്റ്. എടാ മോനെ ഇങ്ങ് വന്നേ. നിനക്കിപ്പോ അവനെ വൈരാഗ്യം ഉണ്ട്. എടാ എനിക്ക് ആ കഥ കേട്ടത് തോന്നുന്നു അവൻ ആള് മാറി അടിച്ചതായിരിക്കാം. ചിലപ്പോ അവനെ വിട്ട് കളയാ. അതൊക്കെ വിട്ട് കളാ. പറ്റൂല. എനിക്ക് അവനെ തിരിച്ചടിച്ചേ പറ്റുള്ളൂ. അടിച്ചേ പറ്റൂ. അതെ ഞാൻ ഒരു സത്യം പറയാം. നീ ദേഷ്യപ്പെടല്ലേ? എനിക്ക് ഒരു ദുർബല നിമിഷത്തിൽ നിന്റെ അച്ഛനെ അടിക്കേണ്ടി വന്നു. ഇതേതാ ഈ തെങ്ങ്? അയ്യോ നീ ആയിരുന്നു. നീ ഇവിടെ നിന്നെ എന്തായാലും ഭാഗ്യമായി, അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ പറമ്പിൽ കണ്ടേ. നീ എന്റെ അച്ഛനെ തല്ലി അല്ലേടാ? എടാ ഇനി നീ എന്നെ തല്ലിയ ഞാൻ എന്റെ 19ാമത്തെ അടവെടുക്കേണ്ടി വരും. ഇനി നിങ്ങൾ ചേട്ടനെ തല്ലിയ എന്റെ ചേട്ടൻ 19ാമത്തെ അടവെടുക്കും. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ പോയിക്കോ. എന്നെ കൊന്നാലും കുഴപ്പമില്ല. ഇയാളെ കൊന്നിട്ടേ ഞാൻ ഇവിടെ പോകും. എന്റെ 19ാമത്തെ അടവെടുക്കാൻ പോവാണ്. എങ്കിൽ എടുക്കടാ. എടാ